കണ്ടോ? ഇതെന്താന്നറിയാമോ? രത്നങ്ങൾ. അമൂല്യമായ രത്നങ്ങൾ. ഇതൊക്കെ പണ്ട് രാജകൊട്ടാരങ്ങളിലെ അമൂല്യ സമ്പത്തുകളായിരുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു? അതും ഇത്രയും വിലമതിപ്പുള്ള ഈ രത്നങ്ങൾ തുണിയിൽ പൊതിഞ്ഞ് അലമാരയിൽ വെച്ചിരിക്കുന്നു. ഇത് പടക്കുറപ്പന്മാർക്ക് മഹാരാജാവ് തന്ന ആ ഉടവാളിൽ പതിച്ചിരുന്ന രത്നങ്ങളല്ലേ? അല്ലേ? ഈ രത്നങ്ങൾ ആ വാളിലുണ്ടായിരുന്നതല്ലേ? Am I right? ഇതൊന്നും വലിയ കണ്ടെത്തലല്ലോ മാഡം. അത് വാള് മോഷ്ടിച്ച ശേഷം മൈഥിലി വന്ന് കിടന്നത് ഈ മുറിയില്ല. അവള് കൊണ്ടുവച്ചതായിരിക്കും. ഓഹോ, അത് ശരി. അപ്പൊ ഈ പഴയ ACP അന്തി ഉറങ്ങിയിരുന്നത് 2 ഭാര്യമാരോടൊപ്പം ആയിരുന്നല്ലേ? മര്യാദകേട് സംസാരിക്കരുത്. നിങ്ങൾ പറയുന്ന എന്ത് വൃത്തികേടും ഞാൻ കേട്ടു നിൽക്കുമെന്ന് നിങ്ങൾ കരുതരുത്. ഇപ്പൊ ഇവിടെ നടക്കുന്ന നാടകത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഇതൊക്കെ പ്ലാനിങ്ങാ. ശരി, വാളിവിടെ കാണാത്ത സ്ഥിതിക്ക് ഇത് മൈഥിലിയുടെ പ്ലാനാണെന്ന് തന്നെ നമുക്ക് കരുതാം. അതങ്ങനെ നിൽക്കട്ടെ. മീനാക്ഷിയെ കണ്ടെത്തിയേ പറ്റൂ. മീനാക്ഷിയെ ചോദ്യം ചെയ്യണം. മീനാക്ഷിയുടെ നമ്പർ എത്രയാ? മീനാക്ഷിയുടെ നമ്പർ 9846. ഓഹോ, മീനാക്ഷി ഫോണ് കൊണ്ടുപോയിട്ടില്ലല്ലേ? അത് ഫോണ് ഇതിന്റെ ലോക്കൊന്ന് അഴിക്കണമല്ലോ. മാഡം, ഈ തരൂ.